ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വീണ്ടും വിവാദ അമ്പയറിംഗ്. മുൻപേ KL രാഹുലിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദമെങ്കിൽ ഇന്നലെ ജയ്സ്വാളിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു സംഭവം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിക്സ് സ്പോർട്സ്. ഇത്തരം ചെറിയ ചെറിയ കായിക വാർത്തകൾക്കായി ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. ഓസ്ട്രേലിയക്കെതിരായ മെൽബൺ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാളിന്റെ വിവാദ ഔട്ടിൽ പ്രതികരിച്ച് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ആദ്യം തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. പാറ്റ് കമിൻസിന്റെ ഷോർട്ട് പിച്ച് പന്ത് ഹുക്ക് ചെയ്യാൻ ശ്രമിച്ച ജയ്സ്വാളിന്റെ ഗ്ലൗസിൽ പന്ത് തട്ടിയെന്നായിരുന്നു മൂന്നാം അമ്പയറുടെ കണ്ടെത്തൽ. ഫീൽഡ് അമ്പയർ നോട്ട് ഔട്ട് വിളിച്ചപ്പോൾ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ കമിൻസ് തീരുമാനം റിവ്യൂ ചെയ്യുകയായിരുന്നു. റീപ്ലേകളിൽ പന്ത് ജയ്സ്വാളിന്റെ ബാറ്റിനും ഗ്ലൗസിനും സമീപത്ത് കൂടി കടന്നു പോകുമ്പോൾ വ്യതിയാനമുണ്ടാകുന്നുവെങ്കിലും സ്നിക്കോമീറ്ററിൽ യാതൊരു വ്യതിയാനവുമില്ലാതെ നേരേഖയാണ് കാണിച്ചത്. എന്നിട്ടും ബംഗ്ലാദേശുകാരനായ മൂന്നാം അമ്പയർ ഔട്ട് വിളിച്ചത് ആരാധകരെയും ജയ്സ്വാളിനെയും തന്നെ ഞെട്ടിച്ചിരുന്നു. മൂന്നാം അമ്പയറുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ക്രീസിൽ നിന്ന ജയ്സ്വാളിനെ ഫീൽഡ് അമ്പയർമാർ ഔട്ട് വിളിച്ച് തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ അമ്പയറുടെ തീരുമാനം തെറ്റാണെന്നും പന്തിലെ വ്യതിയാനം ഒപ്റ്റിക്കൽ ഇല്യൂഷൻ മൂലം സംഭവിച്ചതാകാമെന്നും സ്റ്റാർ സ്പോർട്സിന്റെ ഹിന്ദി കമന്ററിയിൽ സുനിൽ ഗവാസ്കർ കുറ്റപ്പെടുത്തുകയുണ്ടായി. സ്നിക്കോമീറ്റർ പോലെയൊരു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ലഭ്യമായിട്ടും അമ്പയർ അതിന് വിശ്വസിക്കാതെ ഒപ്റ്റിക്കൽ ഇല്യൂഷനെ മാത്രം വിശ്വസിച്ച് എങ്ങനെയാണ് ഒരു ബാറ്ററെ ഔട്ട് വിധിക്കുകയെന്ന് ഗവാസ്കർ ചോദിച്ചു. നിർണായക സമയത്തെ ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായതാണ് മെൽബൺ ടെസ്റ്റ് ഇന്ത്യ തോൽവി വഴങ്ങുന്നതിൽ നിർണായകമായത്. ജയ്സ്വാളും വാഷിംഗ്ടൺ സുന്ദറും ക്രീസിലുള്ളപ്പോൾ ഇന്ത്യക്ക് സമനില പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ജയ്സ്വാൾ വീണതോടെ പിന്നാലെ ആകാശ് ദീപിനെയും ജസ്പ്രീത് ബുംറയെയും മുഹമ്മദ് സിറാജിനെയും വീഴ്ത്തി ഓസീസ് ജയം സ്വന്തമാക്കുകയായിരുന്നു.